ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഞാൻ 200 ആകുമ്പോഴേ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. എനിവേ, ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഇത്രയും കാലം ഞാനിങ്ങനെ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിരുന്നത് 200 ആവട്ടെ എന്നാണ്. ഇതുവരെയും നമുക്ക് 200 ആയിട്ടില്ല. ഇപ്പോഴും സ്റ്റക്കായിട്ട് 199 തന്നെ നിൽക്കുകയാണ്. അല്ല, 200 ഒന്നും ഇതുവരെയും ആയിട്ടില്ല. ഇത് ഇടുമ്പം എങ്കിലും 200 ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യാൻ അത്രത്തോളം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. സോ ഗൈസ്, ഞാൻ അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. അപ്പോൾ എൻ്റെ പേര് അൽഷിഫ എന്നാണ്. എൻ്റെ ഫുൾ നെയിം അൽഷിഫ ഷാജഹാൻ എന്നാണ്. ആൻഡ് എൻ്റെ വാപ്പയുടെ പേരാണ് ഷാജഹാൻ. എൻ്റെ ഉമ്മയുടെ പേര് ഫലീല എന്നാണ്. അതുപോലെ എനിക്ക് എൻ്റെ വീട്ടിലൊരു ബ്രദർ ഉണ്ട്. പിന്നെ എനിക്ക് ഒരു വാപ്പുമ്പായുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ പേരാണ് മുഹമ്മദ് ഫാദിൽ. ആൻഡ് എൻ്റെ വാപ്പുമ്മയുടെ പേരാണ് ഖദീജ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ 4 പേരുമാണ് ഇപ്പോൾ, അല്ല 5 പേരുമാണ് നിലവിൽ ഉള്ളത്. ആൻഡ് എൻ്റെ സ്ഥലം വന്നിട്ട് കൊല്ലമാണ്. ആൻഡ് കൊല്ലത്ത് എവിടെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ നമുക്ക് 1K ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് റിവീലാക്കാം. ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഞാൻ ഇൻട്രോവേർട്ടാണ്. അതായത് ഇൻവെർട്ടർ എന്നൊക്കെ ചിലർ പറയുമായിരിക്കും. ഇൻട്രോവേർട്ടാണ്. അതായത് ഞാൻ പണ്ട് ചെറിയ എൻ്റെ കുറ്റമാണ് ഇൻട്രോവേർട്ടായത്. ഞാൻ ഭയങ്കര ഇതായിട്ടുള്ള സ്വഭാവം, എന്തൊരു വൃത്തിയായിട്ട കൊച്ചാണ് തന്നെ ഞാൻ സെൽഫായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്. അതായത് ഈ 3 വയസ്സ് 4 വയസ്സുള്ളപ്പോൾ എല്ലാവരും പറയുന്നത്, എന്തുവാ ഈ കൊച്ചിൻ്റെ വായിലൊന്നും നാക്കില്ലേ, കൊച്ച് എന്തുവാ ഇത്, പൂച്ച കല ഉടയ്ക്കും എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊക്കെ പറയും ഓരോരുത്തർ വന്നിട്ട്. അപ്പം എനിക്ക് അത് കഴിയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു, അയ്യോ ഞാൻ മാത്രം തെങ്ങിനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ മനസ്സിലായി ഇൻട്രോവേർട്സ് ഒക്കെ കോമൺ ആണ്. ഇൻട്രോവേർട്സ് ഉണ്ട്, എക്സ്ട്രോവേർട്സ് ഉണ്ട്, ആംബിവേർട്ട് ഉണ്ട്, അങ്ങനെ വേറെ എന്തൊക്കെയോ ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ആൻഡ് അതേപോലെ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. പണ്ട് പള്ളി വെച്ചിട്ട് ഉസ്താദ് ഒന്നിലോ അരയിലോ എന്തോ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ച്, നിൻ്റെ എന്തോ ക്വസ്റ്റ്യൻ എന്തോ ചോദിച്ചിട്ട് അതോ വേറൊരു ഉസ്താദിനെ വിളിച്ചിട്ടോ എന്തോ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ എന്തോ സംശയം എന്തോ ചോദിക്കാൻ വേണ്ടി എന്തോ പോയായിരുന്നു. അപ്പോൾ ആണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ച്, നിൻ്റെ വായിൽ നാക്കില്ലേ എന്ന് ചോദിച്ച്. പറയും ഉണ്ടെന്ന്. എന്നിട്ട് കേട്ടില്ല എന്ന് പറയും. ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ് സംസാരിക്കാറ്. അതായത് കുഞ്ഞി ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞി ശബ്ദത്തിൽ അന്നൊക്കെ സംസാരിക്കും. അപ്പോൾ കുഞ്ഞി ശബ്ദത്തിൽ പറയും, കേട്ടില്ലല്ലോ എന്ന് പറയും. ചോദിച്ചാൽ ഒന്നുകൂടെ പറയും, നിൻ്റെ വായി നാക്കുണ്ടോന്ന്. അപ്പോൾ ഞാനങ്ങ് നാക്കങ്ങ് നീട്ടി കാണിച്ച്. എനിക്ക് പക്ഷേ അന്ന് അറിയത്തില്ലല്ലോ നാക്ക് നീട്ടി കാണിക്കാനാണ് പറയുന്ന, അതിനെ കളിയാക്കിയതാ, അല്ലാതെ നാക്കി നീട്ടി കാണിക്കാനാണ് പറയുന്നതെന്നൊന്നും. അങ്ങനെയൊക്കെ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കൂടെ ആ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കും. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു ചാനലിനെ ഒറ്റ മീനിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ഈ ഉമ്മയ്ക്കും ആപ്പിയും അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും തുടങ്ങണ്ട എന്നാണ് പറയുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനാണെങ്കിൽ ആരും അറിയാതെ അങ്ങ് തുടങ്ങുകയും ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചാനൽ അങ്ങനെ തുടങ്ങി. അതിൻ്റെ 50 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. ആ ഒരു ടൈമിൽ ഉമ്മ എടുത്തൊരാവേശത്തിൻ്റെ പുറത്തങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടായെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനകത്ത് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. നമുക്ക് ഇത്രേ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും വേറെ റീസണാണ്. സോ നിങ്ങൾ സഹകരിക്കുക. അടുത്ത പാർട്ടിന് വേണ്ടി പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 200 സ്പെഷ്യൽ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് ഞാൻ വരാം. ആ ഒരു വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കസിൻ്റെ വോയിസ് ആൻഡ് എൻ്റെ ആരൊക്കെയാണ് സപ്പോർട്ട്, എൻ്റെ ഫേവറേറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് ഈ പാർട്ട് കണ്ടില്ലെങ്കിലും ആ പാർട്ടാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാർട്ട് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ പാർട്ട് 2. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അടുത്ത പാർട്ട് 2 ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.